അങ്ങനെ നമ്മൾ നാട്ടിലെത്തി. ഇപ്പം നാട്ടിൽ കുറച്ച് ഫ്രൂട്ട് ട്രീകളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചൊരു ഫ്രൂട്ട് ട്രീയാണ് ഈ സാന്തോൾ എന്ന് പറയുന്ന സാധനം. ഇത് ഏകദേശം ഒരു 8 വർഷം പ്രായമുള്ള സാന്തോൾ മരമാണ്. അത്യാവശ്യം കായകൾ ഉണ്ടാകാൻ തുടങ്ങി. ഈ വർഷമായിട്ട് കായകൾ ഉണ്ടാകാൻ തുടങ്ങിയത്. എല്ലാം മുകളിലാണ്. നമ്മൾ ഈ അടിയിലത്തെ ശാഖകളൊക്കെ അനിയനിങ്ങനെ വെട്ടിക്കളഞ്ഞുകൊണ്ട് ഇത് എല്ലാം മുകളിലേക്ക് പോയി. അതെല്ലാം പക്ഷേ ഫ്രൂട്ട് നമുക്ക് പറിക്കാനൊരു മാർഗ്ഗമില്ല. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് കുറച്ചെണ്ണം വീണ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഈ ദിവസങ്ങളിൽ വീണ് പോയ ഫ്രൂട്ടാണ്. എല്ലാം തന്നെ ചീഞ്ഞു പോയി. കാരണം വലിയ ടേസ്റ്റുള്ള ഫ്രൂട്ടല്ല. അപ്പോൾ ഇത് ഇന്നലെ വീണ ഒരു ഫ്രൂട്ടാണ്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാണ് സാന്തോൾ. ഫിലിപ്പീൻസിലൊക്കെയാണ് കൂടുതൽ ഇതുള്ളത്. ഇത് കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ റൗണ്ടിൽ വെറുതെ കട്ട് ചെയ്യാം. ചിലപ്പോൾ കേടായിരിക്കും. ഓ യെസ്, വലിയ കുഴപ്പമില്ല. ഇച്ചിരി ഒന്ന് കേടാകാൻ തുടങ്ങി. ഈ ഭാഗം നമ്മൾ വെറുതെ കളയും. എന്നിട്ട് ഈ അകത്തെ ഈ സാധനമാണ് നമ്മൾ തിന്നുന്നത്. ബാക്കി ഈ ഭാഗത്തിനൊക്കെ ഭയങ്കര ഉണ്ട്. ഈ ഒരു ഫ്ലഷ് സാധനം ഉണ്ടല്ലോ, ഈ ചുള, ഇത് നമുക്കിങ്ങനെ സക്ക് ചെയ്ത് കഴിക്കാം. ഇത് നല്ല ഉഗ്രൻ ടേസ്റ്റാണിത്. ചിലരും ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ വാ പൊള്ളിപ്പോകും. അതുപോലെ വൃത്തിയായിട്ട് ടേസ്റ്റാണ്. പക്ഷേ ഈ ചുള മാത്രം കഴിക്കുക. വെരി നൈസ്. ഇതാണോ മാങ്കോസിനെ കഴിക്കുന്ന പോലെ ഒരു സാധനമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം വിചാരിച്ച പോലെയല്ല, സൂപ്പർ ടേസ്റ്റാണ്. ഈ ഭാഗത്ത് കേടാ തുടങ്ങി. ഈ ചുള കുഴപ്പമില്ല. ഹലോ, ഈ ഫ്ലഷി ഭാഗമാണ് കഴിക്കുന്നത്. സാധനം സൂപ്പർ കേട്ടോ. ചിലർ ഇതും കൂടെ കഴിക്കാൻ തുടങ്ങും. അത് കഴിക്കാൻ പറ്റില്ല.